ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് യുവജനോത്സവമെന്നും കേരളത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരാണ് ഈ കുട്ടികളെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നമ്മുടെ കുട്ടികളെല്ലാം വിദേശങ്ങളിലേക്ക് ചേക്കേറിയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുമോ എന്ന് ഭയമുണ്ടെന്നും സിയ ഫാത്തിമയ്ക്ക് വേണ്ടി കലോത്സവ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദനമർഹിക്കുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമയ്ക്ക് വീട്ടിലിരുന്ന് കലോത്സവ പോസ്റ്റർ മത്സരത്തിൽ പങ്കെടുക്കാനായത് കേരളത്തിന്റെ കലോത്സവ ചരിത്രത്തിലെ പുതിയ ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു. സ്പീക്കർ എ.എൻ. ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, എ.കെ. ശശീന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ.എസ്.കെ. ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേയർ നിജി ജസ്റ്റിൻ, എം.എൽ.എമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിലെ കലോത്സവം കാസർഗോഡുള്ള സിയ ഫാത്തിമയുടെ വീട്ടുമുറ്റത്തേക്ക് ഓൺലൈനായി എത്തിച്ചേർന്നതും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി 4ാം തവണയും എ ഗ്രേഡ് നേടിയ സച്ചുവിന് വീട് വച്ച് നൽകുമെന്ന പ്രഖ്യാപനവും 64ാമത് സ്കൂൾ കലാമാമാങ്കത്തിന്റെ മാറ്റുകൂട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനൊപ്പം പോലീസ്, ആരോഗ്യ, അഗ്നിരക്ഷ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളുടെ കൃത്യതയാർന്നതും ആസൂത്രണ മികവോടെയുമുള്ള ഏകോപനവുമാണ് പൂക്കളുടെ പേര് നൽകിയ 25 വേദികളിലായി നടന്ന കലാമേളയെ കുറ്റമറ്റതാക്കിയത്. TCV ന്യൂസ്, തൃശൂർ.